കാര്യമാണ്. എൻ്റെ മകന് ഞങ്ങൾ നല്ല പാരൻസ് വീട്ടിൽ വഴക്കോ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എൻ്റെ മകൻ ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യം വന്നാൽ അവന് എറിയും പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നു. കനി എന്ന സിനിമ ഉണ്ടായിരുന്നു, കുറച്ചു പേരുണ്ടാവും. കനി എന്നത് ആ സിനിമയിൽ ദേഷ്യം കൊണ്ട് മമ്മൂട്ടിയുടെ മകനാണ്. അപ്പോൾ ദേഷ്യം കൊണ്ട് ഒരാളുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമാകും എന്നാണ് ആ സിനിമ കാണുന്നത്. ഇപ്പൊ ഈ റീസെന്റ് ടൈമിൽ നമ്മുടെ ആവേശ സിനിമ ഉണ്ട്. ആവേശ സിനിമയുടെ കുട്ടികൾക്ക് കേൾക്കേ ഇവിടെ ചിരിക്കുന്നു വീട്ടിലില്ല. എല്ലാവരും കണ്ടിട്ട് ആവേശം 80% കണ്ടിട്ട് ആവേശ സിനിമ കണ്ടതിന് ശേഷം കേരളത്തിലെ വളരെ വ്യക്തമായ ഡിഗ്രി ലെവൽ +2 ലെവൽ കുട്ടികളുടെ ഇടയിൽ ഗ്യാങ്ങും ഡ്രഗ്സും നമ്മൾ ആ സിനിമ കൊടുക്കുന്ന മെസ്സേജ് നമ്മുടെ സ്റ്റുഡന്റ് ലൈഫിൽ നിങ്ങൾക്ക് ലവ് അഫെയർസ് ആവാം, ഡ്രഗ്സ് ആവാം, സെക്സ് ആവാം, എന്തുമാവാം ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അമ്മ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, മോനെ നീ എവിടെയാണ്, മോനെ നീ എവിടെയാണ്. ആ ഒരു മെസ്സേജ് ഇവരുടെ മനസ്സിലൂടെ പോകുന്നില്ല. അപ്പം ഔട്ട് ഓഫ് കൺട്രോൾ ഇമോഷണൽ കുട്ടികൾ നമുക്കുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ADHD പിള്ളേരെന്നാണ് വിളിക്കുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ്, ശ്രദ്ധയില്ലാത്ത പിള്ളേർ. നമ്മൾ പറയും ശ്രദ്ധയില്ലാത്തത് തല്ലുകൊള്ളാത്തതാണ്. ശ്രദ്ധയില്ലായ്മ എന്ന് പറഞ്ഞാൽ അതൊരു ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്. ഇപ്പൊ ADHD പിള്ളേരുണ്ട്, നിയന്ത്രണ വിധേയമല്ലാത്ത ഇമോഷണൽ ചലഞ്ചസ് ഉള്ള, നശീകരണ പ്രവണതയുള്ള, ആത്മഹത്യാ പ്രവണതയുള്ള, അപകർഷതാബോധമുള്ള, നെഗ്ലക്റ്റഡ് ഫീലിംഗ് ഉള്ള എല്ലാ കുട്ടികളും നമ്മുടെ സമൂഹത്തിൽ കേരളത്തിലുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവർ നമ്മുടെ കുട്ടികളായതുകൊണ്ടാണ്. നമ്മൾ ഇമോഷണലി ഫിറ്റാണോ? അഡൽസ് നമ്മളെല്ലാവരും ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ദേഷ്യമാണ്, ഉറക്കമില്ല, സന്തോഷമില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന എത്രയോ വീട്ടമ്മമാരിരിക്കുകയാണ്. ആണെങ്കിൽ പിന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മുടേതായ രീതിയിൽ കണ്ടെത്തും. അപ്പൊ പല അമ്മമാരും വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്ന കുട്ടികൾ ഇമോഷണലി ഫിറ്റ് അല്ല. അപ്പൊ നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആണോ? നമ്മളെ ഹോൾ ബോഡി ചെക്കപ്പ് നടത്തും. പക്ഷെ ഇവരുടെ ഹോർമോൺ അസസ്മെന്റോ ഒന്നും നമ്മളെ ഒരു ആ ടീനേജിലേക്ക് വരുമ്പോൾ ഈ കുട്ടിയെ ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ഈ കുട്ടിയുടെ അസസ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം നോക്കി എവിടെയെങ്കിലും വലിയ നശീകരണ പ്രവണതയുള്ള പിള്ളേരെ നമുക്ക് കാണുന്നില്ല. ADHD പിള്ളേർ പറഞ്ഞ ചെറുപ്പത്തിൽ തന്നെ LKG പഠിക്കുമ്പോൾ തന്നെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുകയും കളിപ്പാട്ടങ്ങൾ നശിപ്പിക്കുകയും മൈൽ സ്റ്റോൺസിൽ വ്യത്യാസം വരിക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ള പിള്ളേരുണ്ട്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ടീച്ചർ ഒരു പാരന്റിനോട് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ മലയാളികളായ വിദ്യാസമ്പന്നരായ മാതാപിതാക്കൾ അത് അംഗീകരിക്കാനും അതിന് ബാക്കപ്പ് ചെയ്യാനും അതിനൊരു പരിഹാര ബോധന രീതികൾ അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥയുണ്ട്, പഠന വൈദ്യുതിയുണ്ട്, കണക്ക് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, ഇതെല്ലാം ചില വൈഷമ്യങ്ങളും വൈകല്യങ്ങളുമാണെന്ന് നമ്മൾ പലപ്പോഴും മലയാളികളായ അഭ്യസ്തരായ മാതാപിതാക്കളുടെ ടീച്ചേഴ്സ് തിരിച്ചറിയുന്നില്ല. ഈ ലേണിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥ ഇതെല്ലാം നമ്മൾ സമയത്ത് കണ്ടുപിടിച്ച് അസസ് ചെയ്ത് ബാക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എത്ര ഔന്നത്യമുള്ളവരായാലും നമ്മുടെ കുട്ടികളുടെ ശക്തി ദൗർബല്യങ്ങൾ നമ്മളിൽ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് തനിയെ കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും അവര് ഒരു തേർഡ് പാർട്ടി മെന്ററിങ് ചെയ്യാന്ന് പറയും. അത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇതുവരെ നടന്നു തുടങ്ങിയില്ല. മെന്ററിങ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പലപ്പോഴും പേരൻസിനോട് പറയാൻ മടിയാണ്, പേടിയാണ്. കാരണം നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അവരെ ഇൻസൾട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് പറയാൻ ആളില്ലാതെ വരുമ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളാണ് ട്രാക്ക് തെറ്റി കൊടുക്കുന്ന കുട്ടികൾ. അപ്പൊ ഈ കുട്ടികളെ ഉറപ്പായിട്ട് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന കുട്ടികളടക്കം നമുക്ക് മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് നമ്മളോട് വിളിച്ചു പറയും, ഞാൻ ഇവിടെ അവിടെ കൊണ്ടുവരുന്ന അവിടെ 9ലാണ് പഠിക്കുന്നത്, ഇപ്പൊ തന്നെ അവിടെ 3ാമത്തെ ലൈനാണ്. അപ്പൊ നമ്മൾക്ക് അത് ഒരിക്കലും അത് കേൾക്കുമ്പോൾ വലിയ അതിശയവും തോന്നുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മളെല്ലാവരും പറയും ഞങ്ങളെല്ലാ രീതിയിലുള്ള സ്നേഹവും കെയറും അഫെക്ഷനും എല്ലാം കൊടുക്കുന്നുണ്ട്. ഹോർമോൺ ഇംബാലൻസ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള നശീകരണ പ്രവണതയോ ഔട്ട് ഓഫ് അവരുടെ ഇമോഷണൽ ബ്രെയിൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കോഗ്നിറ്റീവ് ബ്രെയിനിലേക്ക് അവരുടെ ചിന്തകൾ പോകുന്നില്ല. അവർ ഫോക്കസ്ഡ് അല്ല, അവർക്ക് ജീവിത ലക്ഷ്യങ്ങളില്ല, അവർക്ക് രസവും അനുഭൂതികളും ഒക്കെ വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ റൈറ്റ് സമയത്ത് അവരുടെ ഇമോഷണൽ ഇംബാലൻസ് എന്താണെന്ന് കണ്ടെത്തുകയും അതിന് റെമഡിയേഷനും സൊല്യൂഷനും പഠന പിന്നോക്കാവസ്ഥയിൽ പരിഹാര രീതികളും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും മികച്ച കുട്ടികളെ വാർത്തെടുത്ത് ലഹരികളിൽ നിന്നും അവർക്ക് പല ബോധവൽക്കരണത്തിലൂടെയല്ല ലഹരികൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവരെ ക്യാച്ച് ചെയ്യാം. എത്രയും നേരത്തെ LKG മുതൽ അസസ്മെന്റ് നടത്തുകയും റെമഡിയേഷൻ തെറാപ്പി ഒക്കെ നമുക്ക് സമൂഹത്തിലുണ്ട്. സൈക്കോളജിസ്റ്റ് ഒരു കൗൺസിലറൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഉദ്ദേശിക്കുന്നത് എന്തോ മാനസിക പ്രശ്നം ഉണ്ടായിട്ടാണ്. നമ്മൾ ഈച്ച് ആൻഡ് എവരി ചൈൽഡ് നീഡ്സ്
അസസ്മെന്റ് ആൻഡ് കൗൺസിലിംഗ്. അത് മനസ്സിലാക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കുട്ടിക്ക് ഒരു കുഴപ്പമായിരിക്കും പോലും അത് +2 കഴിഞ്ഞോ ഡിഗ്രി ലെവലോ PG ലെവലോ അവിടെ ഡിപ്രഷനോ ആൻസൈറ്റിയോ വറീസോ നശീകരണ പ്രവണതയോ സാമൂഹ്യ വിരുദ്ധ പ്രവണതകളോ ഒക്കെ വരാം. അപ്പൊ അത് തടയാൻ വേണ്ടി നമ്മൾ താരോപദേശങ്ങൾ കൊണ്ട് നടക്കില്ല. അത് അസസ്മെന്റ് റെഗുലേഷൻ മാത്രം വേണമെന്ന്